അതെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഡ്രോപ്പ് കുന്തനാണ്. അതിൻ്റെ ഒപ്പം ഞാനൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റോ നമുക്ക് വാക്സ് സ്ട്രിപ്പോ എടുക്കാം. ഞാൻ വാക്സ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കിത് ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റോൺ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലേക്ക് ഒരു റൗണ്ട് നമ്മുടെ സിർക്ക ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്കിങ്ങനെ മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ഡ്രസ്സുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇയറിങ് ചെയ്യാൻ ഉപയോഗിക്കില്ലെന്നല്ല, ഇയറിങ്ങിന് നമ്മൾ ഈ ക്രാഫ്റ്റിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിനൊന്ന് നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്യുക. വീണ്ടും ഒരു റൗണ്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുക. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്റ്റോൺ ചെയിൻ കവർ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റോൺ ചെയിൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്ലെയിൻ കളറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇത് ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ അടുത്ത് ഒട്ടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്ലൂവിൻ്റെ അംശം നമ്മുടെ ഹാൻഡിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പ്രസ് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ ആ ഗ്ലൂവിൻ്റെ അംശം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് അതിന് എന്ത് ചെയ്യും, ഇളകി വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് താഴെ മാത്രം ഞാനിങ്ങനെ എന്താ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു മോൺ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഡ്രോപ്പ് കുന്തൻ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. ഇത് നമുക്ക് തിരിച്ച് വേണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. ഇതിന് ഡ്രോപ്പ് കുന്തന് പകരം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക കുറച്ച് കുന്തൻ സ്റ്റോൺസ്. ഇതിനി ഫുള്ളായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഞാനൊരു ഡിസൈനായിട്ട് ഒരു ഹാഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. കാരണം കുന്തൻ സ്റ്റോൺ ഒത്തിരി വെറൈറ്റി കളറിൽ ഞാൻ പറയും മാറ്റുണ്ട്. ഇത് എടുത്തിരിക്കുന്നത് മാറ്റ് കുന്തനല്ല, ഇത് ഗ്ലാസ് കുന്തനാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് കുന്തൻ, മാറ്റ് കുന്തൻ ഇങ്ങനെ പല കളറിലുണ്ട്, പല ഡിസൈനിലുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. ഞാനിതെല്ലാം ഫിക്സ് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ, എന്നാലും അത് ഫിക്സ് ആയിരിക്കുള്ളൂ. ഇനി സെൻറ്ററിലേക്ക് താഴോട്ടൊരു സ്റ്റോണും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നു, കുന്തന് സ്റ്റോണും കൂടെ. അപ്പം നമ്മുടെ ഹാങ്ങിങ് ആയിക്കൊണ്ട് ഇനി നമ്മളെ സ്റ്റഡ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഞാൻ ആ പിക്ചറിൽ കാണുന്നതിനെക്കാളിലും ഭംഗിയാണ് നമുക്ക് ഡയറക്റ്റ് കാണാം കുറച്ചുകൂടെ. കാരണം ഈ പുറത്ത് വെയിലൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. ഒരു നാല് കുന്തൻ സ്റ്റോൺ വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഒരു സ്റ്റോണും കൊടുക്കുക. അതേക്ക് നമ്മൾ സ്റ്റഡായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ സെൻറ്ററിൽ എന്ത് ചെയ്യുക, ഒരു ലെയർ കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഞാനിവിടെ 5 കുന്തനാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 കുന്തനൊക്കെ എടുത്തിട്ട് സെൻറ്ററിൽ കുറച്ചുകൂടെ വലിയൊരു സ്റ്റോൺ വെച്ച് കൊടുത്താൽ അത് മതി. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ വാക്സ് സ്ട്രിപ്പില്ലേ, ഇതേ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. കാരണം ഇതിൻ്റെ പുറത്തൊന്ന് നമ്മൾ ചെയ്തിട്ട് ഈ നമ്മൾ കണക്ട് ചെയ്ത ശേഷം അതിൻ്റെ പുറകിലൊന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്യുന്നത് സാധാരണ ഞാൻ ഇതങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടത് ഇതുപോലെ കറക്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഷേപ്പിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിനി ബാക്കി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റോൺ കൊടുക്കുന്നത്. ഞാനത് ഡ്രൈ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തെടുക്കാം. ഒരു സ്റ്റോൺ കൊടുത്തു. ഇനി അന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ആ സമയത്ത് ഇത് നമ്മുടെ ഐപ്പിന്നാണ്, ഇതിനെ പറയുന്ന ഐപ്പിന്നാണ്. ഈ ഐപ്പിന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ച് ലെങ്ത് മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സെൻറ്ററിലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരു ഐപ്പിന് ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് 2 ആവശ്യമുണ്ട്. ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് തിരിച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, അതിപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് ആയില്ലേ. നമ്മുടെ ഇയർ സ്റ്റഡും ഹാങ്ങിങ് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നത്, കാരണം എനിക്കത് എളുപ്പമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഐപ്പിൻ നമ്മുടെ ഹാങ്ങിങ്ങിൽ കണക്ട് ചെയ്യുക, അടുത്ത ഐപ്പിൻ സ്റ്റഡിൽ കണക്ട് ചെയ്യുക, ഡ്രൈ ആയതിനു ശേഷം രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുക. ഞാൻ ഒറ്റയടിക്ക് ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ പുറകിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ വാക്സ് സ്ട്രിപ്പ് അങ്ങ് വെച്ച് ഫിനിഷ് ചെയ്യുക. കണ്ടോ,
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി ഇയർ സ്റ്റഡ്, നമ്മുടെ സ്റ്റഡിലേക്ക് പുറകിലേക്ക് ബാക്ക് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നമ്മുടെ ഹാങ്ങിങ് കൂടെ അറ്റാച്ച് ചെയ്യുക. ആ ഐ പിൻ ആദ്യം വെച്ച് അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിനുള്ള നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായില്ലേ? വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. ഒത്തിരി സമയമൊന്നുമല്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും.